ഫ്രണ്ട്സ് അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തു. പോയി കുടിച്ച് മമ്പൂസ് കയറി ചുമ്മാ കിടന്നാലും പോയ ഏറ്റവും നല്ല ട്രിപ്പ് ഇതായിരിക്കും. എനിക്ക് 4:15 അവിടെ എത്തണമെന്ന് പറഞ്ഞു. എണീക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ എണീറ്റു. ഇന്ന് എൻ്റെ ടൂറാണ് ഗൈസ്. അപ്പം ഇപ്പോൾ സമയം 3:15 ഇനി എനിക്ക് ഫ്രഷ് ആവാനുണ്ട്. ഞാൻ തല നനയ്ക്കണില്ല, കാരണം തല നനയ്ക്കാനാണല്ലോ പോണത്. ഞാൻ ചോറുണ്ടാണ്, ചോറും ഗൈസ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഇറങ്ങി. ഫ്രണ്ട്സ് 4 മണിയായി സമയം. 4:15 കുട്ടികളൊക്കെ സ്കൂളിൽ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4:30 ബസ് പുറപ്പെടും. ഗൈസ്, അപ്പം ഞാൻ ഇറങ്ങിയിരിക്കുന്നു. ഇപ്പൊ സമയം 4 മണി, 4:03. ഗൈസ്, പുറത്ത് നല്ല കോടമഞ്ഞുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു പൊടിയോ രാവിലെയോ, പിന്നെയാണ് സ്പീഡിൽ ഇങ്ങനെ പോകുമ്പം ചില്ലുമേക്ക് ഇങ്ങനെ പോകും. ഞങ്ങൾ പന്നീനെ കണ്ടു ഫ്രണ്ട്സ്. കൊഴപ്പല്ല ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. കുറച്ച് നേരത്തെയാണ് കേട്ടോ. 2 ബസ് വന്നിട്ടുള്ള, ഒരൊറ്റ ബസ്സേ വന്നിട്ടുള്ളൂ. പിന്നെ കുറച്ച് കുട്ടികളെ വന്നിട്ടുള്ളൂ ഫ്രണ്ട്സ്. കുഴപ്പമില്ല. എനിക്ക് മടിയോട്ടെ, ഞാൻ അവിടെ സംസാരിക്കില്ല. അവിടെ നിന്ന് എങ്ങനെ പറയണോ? ഫ്രണ്ട്സ് ഗായ്സ്, ഇത് മൈ ടീച്ചർ, എൻ്റെ ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ഇവരാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് സഞ്ജുട്ടൊക്കെ മറ്റേ കാർത്തിക് സൂര്യൊക്കെ പറയണത്. ഫ്രണ്ട്സ്, രണ്ടാമത്തെ ബസ് വന്നു. ഇവർക്ക് ആകെ 2 ബസ്സുള്ളൂ കേട്ടോ. ഒന്ന് ബോയ്സിനും ഒന്ന് ഗേൾസിനും, അങ്ങനെയാണ്. സെക്കൻഡ് ബസ്സും വന്നു. അപ്പോൾ ഉടനെ തന്നെ പോകുമായിരിക്കും. ഫ്രണ്ട്സ്, ഞാൻ പോവാണ്. ഇത് ബോയ്സിന്റെ ബസ് അടിപൊളിയാണല്ലേ? തൽക്കാലം എന്നാ ഉള്ളത് വെച്ച് അടിപൊളിയായിക്കോ ഒന്ന് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തു. ദേവും ടീംസൊക്കെ ഡാൻസ് കളിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു. സബൂറായിട്ട് ഇതിന് കേക്ക് കണ്ണശിയോളിക്ക് വേണ്ട ഈ കാര്യം പരിഗണിക്കപ്പ പനക്ക് പോയി കുടിച്ച് അടിച്ചപ്പോ കരളൊന്നും ധരിച്ച് മമ്പൂസ് കയറി ചുമ്മാ കിടന്നാലും പുള്ളി
പുള്ളിക്കാരൻ കൈകറക്കി ഗ്ലാസ് എടുത്ത് എറിഞ്ഞ് ഗ്ലാസ് എന്ന് വീണ പെണ്ണു എന്റെ പൊന്നെ മരുന്ന് ഞാനും സാറും പെണ്ണും കൂടി കൈയും മുട്ടി തുള്ളി അയ്യോ പൊത്തോട്ടെറിഞ്ഞ് ഒരുമിച്ച് ചൊല്ലി ചതിക്കളയുന്നു എന്റെ ചന്ദ് വന്ന കുട്ടി കണ്ട് എന്റെ വന്നറിയുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ചേച്ചിയൊക്കെ ടൂറിൽ പോയി എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ രാത്രി ചേച്ചീനെ കൊണ്ടുവരാൻ ഞാൻ എന്തായാലും പോകും. ആദ്യം ഞാൻ ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. ദിയമോള് അഖണ്ഡനാമത്തിന് പോയപ്പോ മേടിച്ചതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. എന്താ ദിയമോളെ? പ്ലേ ആണ് ഗൈസ്. ഇത് ഞാൻ അഖണ്ഡനാമത്തിന് പോയപ്പോൾ മേടിച്ചതാണ്. വൈറ്റ് ഉണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. മൈ ഫേവറേറ്റ് കളർ ഈസ് ബ്ലൂ. ഓക്കെ, ഞാൻ കുറച്ചു നേരം കളിക്കട്ടെ, വെറുതെ എനിക്ക് ഓർക്കം വരും. ചേച്ചിനെ കൊണ്ടുവരാൻ പറ്റൂല, അപ്പൊ ഞാൻ കുറച്ചു നേരം കളിക്കട്ടെ. എന്താ ഏട്ടയെ? ദിയമോക്കൊരു സൂത്രം. നീ ഉറക്കം വന്നാലും സാറില്ല, നമുക്കൊരു സൂത്രം ഉണ്ട്. എന്താ? ദിയമോക്ക് ചേച്ചീനെ കൊണ്ടുവരാൻ പോകുമ്പോ ഉറക്കം വന്നാലും കുഴപ്പമില്ല. ദേവ് ഉറക്കം വരുന്നിട്ടായിരിക്കും വരുന്നത്. സമയം എത്രയായില്ലേ? അതെ. ആ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ താഴെ? ഇവിടെ മാത്രമേ ഉള്ളോ? മൊത്തണ്ടോ? ഹായ്, കൊള്ളാലോ ദിയ. ഉണ്ടോ? ഒരു പുതപ്പും കൂടി എടുക്കായിരുന്നു. സൂപ്പർ. അങ്ങനെയാണോ ചെയ്തേ? അപ്പത്തേനും ദിയമോള് ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ 1 മണിയൊക്കെ ആവുമായിരിക്കും വരാന്. അതെ അതെ, വീഡിയോയിൽ കാണാം. എനിക്ക് വീഡിയോയിൽ കാണാനേ പറ്റുള്ളൂ. പാണ്ടിക്കാട് എത്തിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നൊരു 1.5 മണിക്കൂറിന് സ്കൂളിലെത്തുമ്പോൾ ഞങ്ങൾക്കും എത്തണം. ഉണർന്നിരിക്കുന്നൊക്കെ പറഞ്ഞ ആള്. ഞങ്ങളുടെ ദേവൻ്റെ സ്കൂളിലെത്തി. നമ്മൾ ഉറങ്ങുന്നു. ഞാൻ ഫ്ലാസ്കിൽ കുറച്ച് കട്ടൻ കാപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും കുടിച്ചിരിക്കുന്നു. അപ്പോൾ ലൈവ് ലൊക്കേഷൻ ഞങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ സ്കൂളിനങ്ങോട്ട്, ടൗണിൽ നിന്ന് സ്കൂളിനങ്ങോട്ടുള്ള റോഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഡ്രസ് ഉണ്ടായിരുന്നോ? അടിപൊളിയായിരുന്നു. പപ്പ അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. ദിയമോള് ഉറങ്ങാണ്. പോയ ഏറ്റവും നല്ല ട്രിപ്പ് ഇതായിരിക്കും. ആണോ? സ്കൂളിൽ നിന്ന് പോയത് ഏറ്റവും നല്ല ട്രിപ്പ് ഇതായിരിക്കും. റോളർ കോസ്റ്ററിലൊന്നും ഞാൻ കേറിയിട്ടില്ല, പക്ഷെ ബാക്കി എല്ലാ റൈഡിലും ഞാൻ കയറി.
യന്ത്രൂഞ്ഞാല് കയറി, മറ്റേ ലിഫ്റ്റ് കയറി പോയി. അതെന്താ ഒന്നുമില്ല. പിന്നെ വേറെ ഏതാ തോണിയില്ലേ, തോണിയില് കയറി. വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, ഫൈഡ്. അങ്ങനെ ദേവു ടൂറ് പോയി വന്നിരിക്കുകയാണ്. ദേവുവിന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു സ്കൂൾ ടൂർ പോകണമെന്ന്. അത് സാധിച്ചു. അതെന്താ, നാളെ സ്കൂളുണ്ട്. മെസ്സേജ് വന്നു. കാറി കയറി കിടന്നുറങ്ങിക്കോളൂ. ഉറക്കം വരുന്നില്ല അല്ലേ? പറയുമ്പോ ഉറങ്ങിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ദേവു ഉറങ്ങി തൂങ്ങിയായിരിക്കും വരുന്നത്. ബാക്കി എല്ലാരും കിടന്നുറങ്ങിയെന്ന്. ആണോ? അതാ പറഞ്ഞത്, കേറി കിടന്നുറങ്ങിക്കോളൂ. ബാഗ് ഡിക്കിയിൽ വെച്ചോന്നാ. വാവ എണീറ്റോ? വാവയെ കിടക്കാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്നെ ഉണർത്തരുത്. വാവ ഉണർന്നോ? വാവ നേരത്തെ സ്കൂളിലെത്തി. ഇങ്ങോട്ട് നീങ്ങിയിരിക്കും വാവേ, ഇങ്ങോട്ട് വാ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ കൊറേ കടകളുണ്ട്, കൊറേ കടകളുണ്ട്. എന്താ വാങ്ങിച്ച? നല്ല പൈസ ഉണ്ട് പറഞ്ഞാൽ നല്ല പൈസ ഉണ്ട്. ഞാൻ ആകെ ഒരു കീച്ചേന് ഒരു പെന്നും മാത്രമേ വാങ്ങി. അപ്പൊ ബാക്കി പൈസ ഒക്കെ ഞാൻ തീറ്റയോട് തീറ്റയാണ്. ആണോ? യെസ് ഗൈസ്, പോക്കറ്റ് മണി ഞാൻ 1000 ഇന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതില് അതാ മറ്റേ ബസ്സിലുണ്ട്. അതില് എത്രയായിരുന്നു? 300 രൂപ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി എത്ര ബാലൻസ് പറയും, നിങ്ങൾ പറയും. ഞങ്ങൾ ഉറക്കപ്പിച്ചുകൊണ്ട് പറയുന്നത് 800 ബാലൻസ്. 800 എത്ര? 300 അല്ലേ ചെലവായത്? 800 എടുത്തു. കുഞ്ഞിനെ വിളിക്കരുത്, ഉണർത്തരുത് പറഞ്ഞു. ഉണർത്താതെ അങ്ങോട്ട് പോയപ്പോ വലിയ രസമൊന്നും ഇല്ലായിരുന്നു പാട്ടിന്. ഇങ്ങോട്ട് വന്നപ്പോഴേന്നു നല്ല മറ്റേ മനസ്സിലായോ, അതൊക്കെ ഇങ്ങോട്ട് വന്നപ്പോഴേന്നു ഇട്ടേന്ന്. അങ്ങോട്ട് പോയപ്പോ എന്തൊക്കെയോ ഫീൽ ഗുഡ് പാട്ടൊക്കെ ഇട്ടത്. ഗൈസ്, അങ്ങനെ ഞാൻ ടൂറൊക്കെ പോയി വന്നിരിക്കുന്നു. ദേവമോക്ക് ഞാനൊരു കീച്ചെയിനും ഒരു കത്തിന്റെ പെന്നും വാങ്ങിയിട്ടുണ്ട്. അപ്പം ആ കീച്ചെയിൻ്റെ വില കിട്ടും ഞാൻ ഞെട്ടി ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അതെന്നെ വാങ്ങാമെന്ന്. അത് മാത്രമേ വാങ്ങിയുള്ളൂ. മറ്റേത് ഞാൻ കുറേ സംഭവങ്ങൾ വാങ്ങണ്ടായിരുന്നു. പക്ഷെ ഇന്നൊരു ഷോപ്പിംഗ് മൂഡിലായിരുന്നു. ഇന്ന് ഫുള്ള് ഫുഡ് മൂഡായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ ഫുള്ള് തീറ്റയായിരുന്നു. ഫ്രണ്ട് വാങ്ങിച്ചു കൊടുത്തു. അതെ, ഫ്രണ്ട് വാങ്ങി തന്നു എനിക്ക്. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് മറ്റേ ബോൾ എറിഞ്ഞിട്ട് വീഴ്ത്തണതുണ്ടല്ലോ, അതിൽ ചോദിച്ചു ഒരു 100 റുപ്യ ഉണ്ടാവുക പറഞ്ഞു. ഞാൻ 500 റുപ്യ എടുത്തിട്ട് ബാക്കി തന്നാ മതിച്ചോ പറഞ്ഞു. എന്നിട്ട് 100 രൂപ ഒന്ന് കിട്ടി നോക്ക്. ആരാണ്? അങ്ങനെ ഗൈസ്, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ടൂറിന്. കാരണം എനിക്ക് ഈ ഇത്രയും വർഷം എനിക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോയത് 3 വർഷമേ പോയിട്ടുള്ളൂ. 3-ാം ക്ലാസ്സിൽ നിന്നും 7-ാം ക്ലാസ്സിൽ നിന്നും 9-ാം ക്ലാസ്സിൽ നിന്നും. 9-ാം ക്ലാസ്സിലെ ടൂറായിരുന്നു ഗൈസ്. ടൂറ് അടിപൊളി, നല്ലോണം അടിച്ചു പൊളിച്ച ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോ വീണ്ടും വന്നായിരിക്കും. അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ.